ഓവർ ഹൈപ്പ് കൊടുക്കാതെ ഒരു കളി ജയിച്ചാൽ അങ്ങ് തുടങ്ങിക്കോളും. എന്റെ കഴിഞ്ഞ വീഡിയോയെ കുറിച്ച് ഇവരൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കൂടെ കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്റെ കമന്റ് ബോക്സിൽ പൊങ്കാലയിടും. ഈ ചാനലിൽ ഇപ്പൊ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആൻഡ് അവരൊന്നും ഞാൻ പണ്ട് ചെയ്ത കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ പുതിയതും പഴയതുമായ എല്ലാവർക്കുമായിട്ട് ഞാനൊരു കാര്യം എടുത്തു പറയാം. ഇതുവരെ ഞാൻ ആരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരു വീഡിയോയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പല വീഡിയോസും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതിൽ എനിക്കൊരു വിഷമവും ഇല്ലട്ടോ. കാരണം ഞാനും നിങ്ങളെപ്പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മാച്ച് നോക്കുമ്പോൾ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന, കളി ജയിച്ചാൽ ആഘോഷിക്കുന്ന സാധാരണക്കാരനായ ഒരു ആരാധകനാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു സീസണിലെ പെർഫോമൻസിന് ശേഷം ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള ആ ഒരു വിജയം മരുഭൂമിയിൽ പെയ്ത മഴ പോലെയായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ആ ജയത്തിനെ കുറിച്ച് ഞാൻ വാതോരാതെ ജെന്യുവൻ ആയിട്ട് സംസാരിച്ചത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കലൂരിൽ മുഹമ്മദീനായിട്ട് നമ്മൾ ജയിച്ചപ്പോൾ ആ ഒരു പെർഫോമൻസ് അത്ര നല്ലതായിരുന്നില്ലെന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അന്ന് ഇതുപോലെ തന്നെ ഒരുപാട് പേര് നിങ്ങൾ വ്യൂസിന് വേണ്ടിയല്ലേ ഈ നെഗറ്റിവിറ്റി പറയുന്നത്, വീഡിയോ വൈറലാവാനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ കമന്റ് ചെയ്തിരുന്നു. ഇതാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു നേച്ചർ. നമ്മളൊരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചാൽ നമ്മൾ നെഗറ്റിവിറ്റി ഉപയോഗിച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരാളായി, നമ്മൾ ഇനി പോസിറ്റീവായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അമിത ഹൈപ്പ് കൊടുക്കുന്നവനുമായി. ഇനി നമ്മൾ അടുത്ത മത്സരത്തിൽ തോക്കുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും വലിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഞാൻ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. അതിലൊരു സംശയവുമില്ല. ബിക്കോസ് ഐ ട്രൈ ടു കീപ് ഇറ്റ് റിയൽ. ഞാൻ എങ്ങനെയാണോ എനിക്ക് അറിയാവുന്ന ഒരാളോട് പേഴ്സണലി കളിയെക്കുറിച്ച് സംസാരിക്കുന്നത് അത് തന്നെയാണ് ഞാൻ ഈ ക്യാമറ തുറന്നു വെച്ചും പറയാൻ ശ്രമിക്കുന്നത്. ഫുട്ബോളിനെ കുറിച്ച് എല്ലാം അറിയുന്ന, എല്ലാം കറക്റ്റായി പ്രവചിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ. പക്ഷെ ഈ കളിയെക്കുറിച്ച് ഒരു അഭിപ്രായമുണ്ടെങ്കിൽ അതെവിടെയും തുറന്നടിച്ച് പറയാൻ ഒരു മടിയില്ലാത്ത ആളാണ്. നിങ്ങൾ എൻ്റെ കമന്റ് ബോക്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ എല്ലാ കമന്റിനും റിപ്ലൈ ചെയ്യാറുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, നിങ്ങളോട് എനിക്കൊരു കമ്മിറ്റ്മെന്റും ഉണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ അടക്കി പിടിക്കുമെന്നല്ലല്ലോ. അപ്പൊ പിന്നെ ഒരു നല്ല പെർഫോമൻസ് കണ്ടാൽ എനിക്ക് അതിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് സംസാരിക്കാനേ അറിയുള്ളൂ. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി മോഹൻ ബഗാനെതിരെയുള്ള ഈ മത്സരം എങ്ങാനും നമ്മൾ തോറ്റാൽ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് കാണാൻ നല്ല രസമായിരിക്കും. എന്തായാലും നമ്മുടെ ഇന്നത്തെ വിഷയം കേരള ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ കപ്പ് ക്വാർട്ടർ ഫൈനലിൽ മോഹൻ ബഗാനെ തോൽപ്പിക്കാനാവും എന്ന് ഞാൻ വിശ്വസിക്കാനുള്ള 3 കാരണങ്ങളാണ്. അപ്പൊ തുടങ്ങിയാലോ. മൂന്നാമത്തെ പോയിന്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ മോഹൻ ബഗാൻ ഈ ഒരു ടൂർണമെന്റിന് അവരുടെ മെയിൻ ടീമിനെ ഉപയോഗിക്കില്ല എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നവരെ ക്ലബിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ ഫാൻ പേജുകളും അതുപോലെ പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് സഹൽ, ആഷിഖ്, ദീപക് തങ്കരി എന്നീ ഫസ്റ്റ് ചോയ്സ് താരങ്ങൾ ഒഴിച്ചാൽ വേറെ ഒരു മെയിൻ പ്ലെയറും ഈ ടീമിൽ ഉണ്ടാവില്ലെന്നാണ്. അതുപോലെ ISL-ൽ ഈ സീസണിൽ ഒരു മത്സരം പോലും കളിക്കാത്ത ന്യൂനോ റേസ് മാത്രമായിരിക്കും അത്രേ അവരുടെ ഒരേ ഒരു ഫോറിൻ പ്ലെയർ. മറുവശത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിലോ നമ്മൾക്ക് ഉറപ്പാണ് ഈ ഒരു മത്സരത്തിന് ഡേവിഡ് കാറ്റല നമ്മുടെ ബെസ്റ്റ് പോസിബിൾ 11 ചൂസ് ചെയ്യും. മോഹൻ ബഗാന്റെ മെജോറിറ്റി പ്ലേയേഴ്സിനേക്കാളും സീനിയർ ലെവൽ എക്സ്പീരിയൻസും എബിലിറ്റിയും ശനിയാഴ്ച നമ്മുടെ 11 കളിക്കാർക്കുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ മത്സരം നമുക്ക് ജയിച്ചുകൂടാ? ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള ആ മത്സരത്തിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ കോൺഫിഡൻസ് ഇപ്പൊ നമ്മുടെ ടീമിൽ എനിക്കുണ്ട്. അതിന്റെ അർത്ഥം ഈ ഒരു മത്സരം കളിക്കുന്നതിന് മുമ്പേ നമ്മൾ ജയിച്ചു എന്നല്ല. അങ്ങനെ ഒരു മത്സരവും ഒരു ടീമിനും ജയിക്കാനാവില്ലല്ലോ. എന്നാൽ നമ്മൾ പിച്ചിലിറങ്ങിയ ശേഷം നമ്മുടെ ബേസിക്സ് കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞ മത്സരത്തിലെ പോലെ ഒരു പ്രകടനം പുറത്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ജയിക്കാൻ ഒരു വലിയ ചാൻസ് നമുക്കുണ്ട്. പോയിന്റ് നമ്പർ 2, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഷിഖ്, സഹൽ, ദീപക് തങ്കരി ഈ 3 താരങ്ങളിലായിരിക്കും സൂപ്പർ കപ്പിൽ മോഹൻ ബഗാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നത്. ISL ലീഗ് വിന്നർ ഷീൽഡും ISL കപ്പും അടിച്ച് ഒരു ചരിത്ര നേട്ടം കഴിഞ്ഞിട്ടാണ് ഈ പ്ലെയേഴ്സ് ഒക്കെ സൂപ്പർ കപ്പ് കളിക്കാൻ വരുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിന്റെ ഉദ്ദേശം ഒരു പ്ലെയറിന്റെയും പ്രൊഫഷണലിസത്തെയോ അവരുടെ കമ്മിറ്റ്മെന്റിനെയോ ചോദ്യം ചെയ്യുകയല്ല, മറിച്ച് അവരും നമ്മളെപ്പോലെ തന്നെ മനുഷ്യരാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇത്രയൊക്കെ അച്ചീവ്മെന്റിന് ശേഷം ഇങ്ങനെ ഒരു ടൂർണമെന്റ് കളിക്കാൻ വരുമ്പോൾ ഈ പ്ലെയേഴ്സിന്റെ മനസ്സ് ഒന്ന് റിലാക്സ് മൂഡിലായാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ബിക്കോസ് ദാറ്റ് ഈസ് ജസ്റ്റ് ഹ്യൂമൻ നേച്ചർ. ചാമ്പ്യൻസ് ലീഗ് അടിച്ച റയൽ മാഡ്രിഡിനും ട്രബിൾ അടിച്ച മാഞ്ചസ്റ്റർ സിറ്റിക്കും ബുണ്ടസ് ലീഗ് അടിച്ച ലെവർക്യൂസിനും ക്ഷീണമാവാമെങ്കിൽ
വൈ നോട്ട് മോഹൻ ബഗാൻ? ഈ ഒരു സ്റ്റേജിൽ മോഹൻ ബഗാനേക്കാൾ കൂടുതൽ ഈ ഒരു വിജയം ആവശ്യമുള്ളതും അതിനായി പോരാടേണ്ടതും നമ്മളാണ്. ഈ മത്സരം തോറ്റാൽ മോഹൻ ബഗാന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അവർ ഓൾറെഡി ISL ചാമ്പ്യന്മാരാണ്. AFC ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷനും അവരുടെ കയ്യിലുണ്ട്. മറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കേ. ഈ ഒരു മത്സരം തോറ്റാൽ വീണ്ടും ടോക്സിസിറ്റി, നെഗറ്റിവിറ്റി ആൻഡ് മോർ. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു മത്സരം ജയിക്കാൻ മോഹൻ ബഗാനേക്കാൾ കാരണം നമുക്കുണ്ട്. ആ ഒരു ഡെസ്പറേഷൻ പിച്ചിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് ആയി യൂസ് ചെയ്യാനായാൽ ഈ ഒരു മത്സരം നമ്മൾക്ക് ജയിക്കാനാവും. പോയിന്റ് നമ്പർ 1, എന്തുകൊണ്ടോ ഈ കലിംഗ സ്റ്റേഡിയം മോഹൻ ബഗാൻ ഒരു ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. AFC കപ്പില് ഒരു ജയം ഒഴിച്ചാൽ അവര് പിന്നെ ഈ സ്റ്റേഡിയത്തിൽ ജയിച്ചിട്ടേ ഇല്ല. ഇതിനെ നിങ്ങൾ വെറും ഒരു സ്റ്റാറ്റ് ആയിട്ട് മാത്രം കാണണ്ട. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മോഹൻ ബഗാൻ ഈ സ്റ്റേഡിയത്തിൽ കളിക്കുമ്പോൾ വളരെ അൺനാച്ചുറൽ ആയ സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. 2023-24 സീസണിൽ ISL സെമി ഫൈനൽ ഫസ്റ്റ് ലെഗിൽ മൻവീർ സിംഗിലൂടെ ഓപ്പണിംഗ് ഗോൾ കണ്ടെത്തിയിട്ടും അവരിവിടെ 2-1 ഒഡീഷയോട് തോറ്റിരുന്നു. ആ ഒരു മത്സരത്തിൽ അവർ കൺസീഡ് ചെയ്ത ഗോളുകളൊക്കെ ഒന്ന് കാണണം. ആദ്യം വിശാൽ കെയ്ത്ത് ഒരു കോർണറിൽ നിന്നൊരു ബോൾ മിസ് ചെയ്യുന്നു. അത് കാർലോസ് ഡെൽഗാഡോ ഒരു ഈക്വലൈസർ ആക്കി. അതിനുശേഷം അമറിന്ദർ സിംഗ് അടിച്ചു പൊക്കി വിട്ടൊരു ബോൾ ഹെക്ടർ യൂസ്റ്റയുടെ ഒരു മിസ്റ്റേക്കിൽ റോയ് കൃഷ്ണ വലയിലെത്തിക്കുന്നു. ഈവൻ കഴിഞ്ഞ സീസണിൽ വരെ ആശിഷ് റായുടെ ഒരു മിസ് പാസിലൂടെ ഒഡീഷ ഒരു ഇൻഡയറക്റ്റ് ഫ്രീ കിക്ക് കൺസീഡ് ചെയ്ത് അതിൽ നിന്നൊരു ഗോളും വഴങ്ങിയിരുന്നു. പിന്നീട് ആ മത്സരത്തിൽ മൻവീർ സിംഗിലൂടെ അവർ ഒരു ഈക്വലൈസർ കണ്ടെത്തുകയും ഒരു പോയിന്റ് നേടുകയും ചെയ്തു. പക്ഷെ ആ ഒരു മാച്ച് തലനാരിഴക്കാണ് അവർ തോക്കാതെ രക്ഷപ്പെട്ടത്. മൈ പോയിന്റ് ഈസ്, ഈ സ്റ്റേഡിയത്തിൽ മോഹൻ ബഗാൻ നമ്മൾ അവരിൽ നിന്നും യൂഷ്വലി എക്സ്പെക്ട് ചെയ്യാത്ത കുറെ സില്ലി മിസ്റ്റേക്കുകൾ വരുത്താറുണ്ട്. ഇത് തികച്ചും യാദർശികമായേക്കാം. പക്ഷെ ഈ ഒരു സ്റ്റേഡിയത്തിൽ ഈ ഒരു ടൂർണമെന്റിൽ നമ്മൾ ഓൾറെഡി ഒരു മത്സരം കളിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ കണ്ടീഷൻസിനോടും ഇവിടുത്തെ പ്ലേയിങ് സർഫസിനോടും മോഹൻ ബഗാനേക്കാൾ കൂടുതൽ ഇപ്പോൾ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മളാണ്. ആൻഡ് അത് ശരിക്കും ഒരു അഡ്വാൻറ്റേജ് അല്ലേ? ദാറ്റ്സ് ഇറ്റ് ഗൈസ്. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞതൊക്കെ സാധ്യതകളും അഭിപ്രായങ്ങളുമാണ്. അപ്പൊ അതിനെയൊക്കെ ആ ഒരു രീതിയിൽ മാത്രം എടുക്കുക. ഈ മത്സരത്തിന് മുമ്പായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. ഈ മത്സരത്തിന് ശേഷം പ്ലെയർ റേറ്റിംഗ്സും 5 കാര്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.